ഹേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഡിന്നർ നമുക്ക് എന്താന്ന് കാണണ്ടേ? അതിനു മുന്നേ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴും നല്ല ചൂട് അരിപ്പുട്ടും മുട്ടക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചായയോടെ റെഡിയാക്കി ഞാൻ അത് ആദ്യം ഒന്ന് അകത്താക്കി. ഇത്രയൊക്കെ തിരക്കെന്ന് പറഞ്ഞാലും നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ഫുഡൊക്കെ ആന്റി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി അതിന്റെ കൂടെ നമുക്കൊരു ചിക്കൻ ഫ്രൈയോടെ ആക്കാന്ന്. ഓക്കെ, അപ്പൊ കാര്യത്തിലോട്ട് വരാവേ. ഇന്ന് ഭയങ്കര വലിയ ഡിന്നറൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ട് സന്തോഷത്തോടെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. ചിക്കൻ ഫ്രൈക്ക് ഞാൻ സാധാരണ എന്നതാണോ മസാലയ്ക്ക് എടുക്കുന്നത് അതല്ലാണ്ട് വേറെ കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല ജ്യൂസി ചിക്കനും ആയിരുന്നു. അപ്പൊ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി കുറച്ച് മതി, കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടി, ഉപ്പും കുറച്ച് നാരങ്ങ നീരൂടെ ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു ആദ്യം. അതിനുശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഈ കുഞ്ഞുള്ളിയും വറ്റലും മുളകും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചിക്കൻ ഫ്രൈ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാം ഗൈസ്, ഇത് സൂപ്പറാണ്. പിന്നെ ഞങ്ങളുടെ കിച്ചന് തീരെ കുഞ്ഞു കിച്ചനാണ്, തീരെ കുഞ്ഞൊന്നും അല്ല, എന്നാലും നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയ കിച്ചണൊന്നും അല്ല, കുഞ്ഞു കിച്ചനാണ്. അപ്പൊ നമ്മുടെ മേശയുടെ അടിയിലും അവിടെ ഇവിടെയൊക്കെയാണ് സാധനങ്ങൾ വെക്കുന്നത്. സ്റ്റോറേജ് ഏരിയ ഈ കിച്ചണിൽ കുറച്ച് കുറവാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സി ആയിട്ട് കിച്ചൺ കിടക്കുന്നതൊക്കെ തോന്നാം, പക്ഷെ അത് ഞാൻ അത്രമാത്രം നീറ്റായിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ്, സ്പേസിന്റെ പ്രശ്നം കാരണം. കുറച്ചു പേർക്കൊക്കെ ഈ പാചകം എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു ബാധ്യതയായിട്ടാണ് കരുതുന്നത്. പക്ഷെ എനിക്ക് എത്ര തിരക്കുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അങ്ങനെ ചടപടയെന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് അടുത്തത്. അപ്പൊ ഞാൻ ചൂടോടെ രാത്രി ഡിന്നറൊക്കെ കഴിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോഴും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.